തലസ്ഥാന നഗരിയിലെ ശാല മാർക്കറ്റിനുള്ളിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? ഇവിടെ കിട്ടാത്തതായിട്ട് ഇനി ഒന്നുമില്ല. എ ടു ഇസഡ് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഞാനിപ്പോൾ പോകുന്നത് കുറച്ച് പച്ചക്കറിയും കുറച്ച് മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ട്ടോ. ഇപ്പോൾ ഈ ഒരു പച്ചക്കറിയുടെ എൻട്രി ചെയ്യുന്നത് തൊട്ട് അടുത്തായിട്ട് തന്നെ കുറേ കത്തികളും വാഴത്തണ്ട്, അതുപോലെ ചീര, പിന്നെ നമ്മുടെ വാഴയില. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കിട്ടാത്തതായിട്ട് ഇനി ഒന്നും തന്നെയില്ല. എല്ലാം ഇവിടെ തന്നെയാണ് നമുക്ക് കിട്ടുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇതാണ് നമ്മുടെ കാശ്മീരി മുളക്. ഇത് പിരിയൻ മുളക്. എല്ലാവരുടെയും വിചാരമുണ്ട് ഈ കാശ്മീരിയും പിരിയനും ഒന്നൊക്കെ പറയുന്നത് ഒന്നാണെന്ന്. രണ്ടും രണ്ടാണേ. ഇതാണ് സംഭവം. പിന്നെ ഇവിടെ ഇല്ലാത്ത ധാന്യങ്ങളൊന്നുമില്ല. എല്ലാം തന്നെ ഉണ്ട്. എല്ലാ പൾസസും ഈ കടയിൽ നിന്നിട്ടാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ പച്ചക്കറികൾ കൂറ് വെച്ചിട്ടുണ്ടാവും. 20, 30, 50 എന്ന വിലയ്ക്കാണ് ഇത് വച്ചിരിക്കാറ്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ പോകുന്നത് കണ്ട് എനിക്ക് കുറച്ച് മാങ്ങാച്ചാർ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ മാങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും എന്താണ് എല്ലാം, അതായത് നമ്മുടെ കാച്ചിൽ തൊട്ട് ചെറുകിഴങ്ങ്, അങ്ങനെ എല്ലാ കായ്കളും കിഴങ്ങുകളും നമുക്കിവിടെ കിട്ടും. ഞാൻ പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ടൻ പച്ചമുളകിന് എൻ്റെ പൊന്നി ഭയങ്കര വിലയാണ്. ഇവിടെ വന്ന അത്യാവശ്യം അത്യാവശ്യം വില കുറവിൽ നമുക്ക് വാങ്ങാം. പിന്നെ പൈനാപ്പിളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പോകാൻ നേരത്ത് യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇവനൊക്കെയാണ്. ടൊമാറ്റോ ചട്നി, ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇവന്മാർ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് മീൻ മാർക്കറ്റിലോട്ടാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ധന്യ എന്നാണ്. ആദ്യമേ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻട്രൻസിൽ തന്നെ നമുക്ക് എന്താണ് കുറേ അമ്മമാര് മരിച്ചിനിയും ഒക്കെ വച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് മീനിന്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത്യാവശ്യം ഉള്ളതൊക്കെ വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. വാളയുടെയൊക്കെ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പോയാച്ച്. പിന്നെ ഇവിടെ നല്ല അടിപൊളി കണ്ണൻ കൊഴിയാളയും, അതുപോലെ മങ്കട, ചൂര, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം നല്ല വേളാപ്പര. ഇതാണ് നമ്മുടെ വങ്കട കേട്ടോ. വങ്കട നിന്ന സങ്കടം മാറുമെന്നാണ്. അതുപോലെ ഈ കാണുന്നതാണ് വേളാപ്പാരയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനും കൂടിയാണ്. ഇതിൻ്റെ കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഞാൻ അവിടെ വെച്ചിട്ട് അയല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വേളാപ്പാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെത്തോലി ഈ കാണുന്നവർ കണ്ടില്ലേ, ഒരു വലിയ മീന്, അതാണ് കേട്ടോ വേളാപ്പാര എന്ന് പറയുന്നത്. ഇതിൻ്റെ തലയുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അയലയും വാങ്ങിച്ചു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് അവർ തരും. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള മീൻ ചന്തയിലായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചേട്ടൻ ഞാൻ 2 വേളാപ്പാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വലുതല്ല കേട്ടോ, ചെറുത് 2 വാങ്ങിച്ചിട്ടുണ്ട്. ആ വലുത് ഒരെണ്ണത്തിന് 1000 രൂപയ്ക്ക് മുകളിൽ വില വരും. ഞാനിപ്പോൾ ഇതുമായി ഈ ചേട്ടൻ്റെ കയ്യിൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 വാങ്ങിച്ചു. 400 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 500ഉം 600ഉം ഒക്കെ പറഞ്ഞ് അവസാനം 450 പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു 400-ന് തരുവാണെങ്കിൽ തരില്ലേ, ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പാവം ചേച്ചി എനിക്കങ്ങ് തന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇനി ഞാൻ നേരെ എനിക്ക് പോവേണ്ടത് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് എനിക്ക് കുറച്ച് കരുവാട്, അതായത് ഉണക്കമീൻ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം വാങ്ങുന്ന കടയിലോട്ടാണ് എപ്പോഴും പോകുന്നത്. ഞാൻ എപ്പോൾ പോയാലും ഇവിടെ വന്ന് ഒരു ചേച്ചിയുണ്ട് കേട്ടോ. ചേച്ചിയുടെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പറഞ്ഞാണ് വാങ്ങിക്കുന്നത് യാത്ര പോകുമ്പോൾ. അപ്പോൾ ചേച്ചി പറയും, മോളെ നീ ഇതാണ് ആ കട കേട്ടോ, 1 വർഷമോ 2 വർഷമോ ഇത് ഉറപ്പായിട്ടും ഇരിക്കും. എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടതും കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു തരും. അത്യാവശ്യം എല്ലാം തന്നെയാണ്. ഇത് നമ്മുടെ ഉണക്കച്ചെമ്മീനാണ്. പിന്നെ നെത്തോലിയുണ്ട്, പിന്നെ ണ്ട്, അതുപോലെ തന്നെ വാളയുണ്ട്, അയലയുണ്ട്, സ്രാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്രാവൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പുറത്തോട്ടൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അയലയല്ല, ചാളയും പിന്നെ അതുപോലെ തന്നെ വാളയുമാണ് കേട്ടോ. ഇത് നമ്മുടെ കൂനിപ്പൊടിയാണ് കേട്ടോ. കൂനിപ്പൊടി എന്നൊക്കെ കേട്ടില്ല. അതിൻ്റെ പച്ചയൊക്കെ ചില സമയത്ത് ചാല മാർക്കറ്റിൽ കിട്ടുമായിരുന്നു. ഞാൻ അതും പ്രതീക്ഷിച്ച് പോയി, പക്ഷെ സംഭവം എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ചേച്ചി കേട്ടോ. ചേച്ചി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ പിന്നെ ഇവിടെ നിന്നേ വാങ്ങുന്നുള്ളൂ. ഏതാണ്ട് ഒരു 3-4 വർഷം കൊണ്ട് ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എപ്പോഴും വാങ്ങിക്കാറ്. അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും വാങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ പിന്നെ ഒരു കടയിലോട്ടാണ് പോയത്. ട്രെയിനിൽ ഇരിക്കുമ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ പ്ലേറ്റും കപ്പും സ്പൂണും ഒക്കെ ഡിസ്പോസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇവിടെ തടിയിലുള്ളത് കൊണ്ട് ഇത് നമുക്ക് ദോഷം ചെയ്യാത്ത സാധനങ്ങളും ഉണ്ട്, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.